യഥാർത്ഥത്തിൽ എന്താ മക്കാം? യുവാക്കളെ ത്രസിപ്പിക്കുന്ന ഏത് യൂട്യൂബിൽ നോക്കിയാലും യുവാക്കളോട് സ്നേഹപൂർവ്വം ഞാൻ നൗഷാദ് വാക്കിയ ചെറുപ്പക്കാരാന്ന് വിളിക്കാൻ നമ്മുടെ ഒരു ശൈലിയാണ്. എന്നാ വിളിക്കുമ്പോ ഞാൻ വിളിക്കുന്നു ബഹുമാനപ്പെട്ട വയസ്സന്മാരെ. എന്താ മക്കാമെന്താ? ഉടമല മക്കാമുണ്ട്, ഉറമുപുറത്ത് മക്കാമുണ്ട്, മുനമ്പത്ത് മക്കാമുണ്ട്, വെളിയങ്കോട് മക്കാമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിൽ മക്കാമിന്റെ പരസ്യം പറയുന്നുണ്ട്. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം. അല്ലാഹുവിന്റെ ഖുർആനിൽ മക്കാമുണ്ട്. ഇനി ഖുർആൻ പറഞ്ഞ ആർക്കും ചൊറിച്ചിലുണ്ടാവില്ലല്ലോ. ഖുർആനിൽ മക്കാമ് പറയുന്നുണ്ട്. ഏതാണ് മക്കാം? മക്കാമു ഇബ്രാഹീം. മക്കാം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആത്മീയതയുടെ ത്യാഗത്തിന്റെ വഴികളിലൂടെ നടന്നുപോയ മഹാന്മാരുടെ പേരുണ്ടാകുന്ന സ്മാരകത്തിനാണ് അറബിയിലെ മക്കാം എന്ന് പറയാ. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹീം. ആ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് വിശുദ്ധമായ കറുത്ത തുണി കൊണ്ട് മൂടിക്കിടക്കുന്ന കഅബാലയമേ, കറുത്ത സുന്ദരിയേ കഅബാലയമേ. ആ കഅബാലയത്തിന്റെ ഭാഗത്തൊരു വലിയ ഒരു സ്ഫടികത്തിന്റെ ഉള്ളിലെ ഗ്ലാസ് കൂടിന്റെ ഉള്ളില് ചെറിയൊരു കല്ലിരിക്കുന്നുണ്ട്. ആ കല്ലിന്റെ പേരാണ് മഖാമു ഇബ്രാഹീം. 80 വയസ്സ് കഴിഞ്ഞ 90-നോടടുത്ത് മഹാനായ ഇബ്രാഹിം നബിയുടെ വന്ധ്യവയോധികൾ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം കഅബാലയം നിർമ്മിക്കുമ്പോ കഅബാലയത്തിന് കല്ലുകൾ വെച്ച് ഒരാൾ പക്കത്തിന്റെ മുകളിലേക്ക് എത്തുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് കല്ലെടുത്തിട്ട് മേലോട്ട് പൊന്തിക്കാൻ കഴിയുന്നില്ല. അന്ന് ലിഫ്റ്റുകളോ എസ്കലേറ്ററോ ഇല്ല. പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായില് തലയിൽ ചുമന്നു കൊണ്ടുവന്നൊരു കല്ലെടുത്ത് താഴെയിട്ടിട്ട് ആ കല്ലിൽ ചവിട്ടി നിന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ കല്ലിൽ ചവിട്ടി നിന്നിട്ട് കഅബാലയത്തിന്റെ കല്ല് വെച്ചപ്പോ ചരിത്രത്തിൽ കാണാം, വലതുഭാഗത്ത് കല്ല് വെക്കാൻ പോകുമ്പോ താഴെ ചവിട്ടി വെച്ചിരിക്കുന്ന കല്ല് വലതുഭാഗത്തേക്ക് താനേ നീങ്ങും. ഈ ഇടതുഭാഗത്തേക്ക് കല്ല് വെക്കാൻ പോകുമ്പോ ലിഫ്റ്റ് പോലെ എസ്കലേറ്റർ പോലെ ഇടതുഭാഗത്തേക്ക് സ്വന്തമായി നീങ്ങും. മുകളിലേക്ക് വെക്കാൻ പോകുമ്പോ ഈ കല്ല് മുകളിലേക്ക് താഴെ വന്നു. കഅബാലയം 90-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന് വേണ്ടി പള്ളി നിർമ്മിക്കാൻ ഇറങ്ങിയ മഹാനായ ഇബ്രാഹിം നബി കാല് ചവിട്ടി നിന്ന കല്ലിന്റെ പേരാണ് മഖാമു ഇബ്രാഹീം. ഇബ്രാഹിം നബിയുടെ കാൽപാദം ആ കല്ലിൽ അങ്ങനെ പതിഞ്ഞു കിടന്നിട്ടുണ്ട്. താടി നിറച്ചിടഞ്ഞാല് തല നിറച്ചു കിടഞ്ഞാല് ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തില് വാർദ്ധക്യമായി കരുതിയിട്ട് വീട് ഭരിച്ചു നിൽക്കാനല്ല വയസ്സന്മാരെ 90 വയസ്സുകാലത്ത് അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചതിന്റെ അടയാളമായി മഖാമു ഇബ്രാഹീം എന്നാകെ പടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൃദ്ധനാകട്ടെ യുവാകട്ടെ, നിങ്ങൾക്ക് കനമുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, അല്ലാഹുവിന്റെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാൻ പറഞ്ഞപ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചാടിയെടുത്ത് എന്നിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ ജഗിസൂനി, നിങ്ങൾ എന്നെ യുദ്ധത്തിന് തയ്യാറെടുപ്പിക്കുക. വന്ധ്യവയോധികനായ ശരീരത്തിന്റെ തോല് മുഴുവന് ചുക്കിച്ചുളിഞ്ഞ വാപ്പ മക്കളോട് പറഞ്ഞ, മക്കളെ പടച്ചട്ടയിട്ടിരാ, വാളെടുത്തിട്ടെന്റെ കയ്യിലെത്താ. മക്കള് പറഞ്ഞു, വേണ്ട ഉപ്പ, നിങ്ങൾ വാർദ്ധക്യത്തിലല്ലയോ, നിങ്ങൾ ഉപ്പത്തിന് പോകണ്ട ഉപ്പ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്തതല്ലേ, ഹബീബായ നബി തങ്ങളുടെ കൂടെ ധർമ്മസമരത്തിനിറങ്ങിയതല്ലേ, ഈ വാർദ്ധക്യകാലത്ത് ഇറങ്ങുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോ, ഇല്ല മക്കളെ ഇല്ല, ഇന്ന് ഞാൻ ഈ ആയത്ത് കേട്ടു, ശക്തിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും യുദ്ധത്തിന് പുറപ്പെടണമെന്ന് വാപ്പാടെ നിർബന്ധം സഹിക്കുകയാൻ കഴിയാതെ മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അബൂ തൽഹയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. കാരണം എന്തെന്നറിയോ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് പറയുമ്പോ പൈസ പിരിക്കണമെങ്കിൽ കണ്ണീരിൽ കുതിർന്ന കഥ പറയുന്ന ചരിത്രമാണ് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാറ് നിങ്ങളാര് സത്യവിശ്വാസികളാവില്ലെന്ന ആയത്തിറങ്ങിയപ്പോ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന ഈർപ്പടത്തോട്ടം
അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ സദഖ ചെയ്തിട്ട് നബിയേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പഴത്തോട്ടം അങ്ങേക്ക് വേണ്ടി ഞാൻ സദഖ നൽകുകയാ. ആ സദഖ കൊടുത്ത ബീർഹാവ് തോട്ടം എവിടെയെന്ന് നിനക്കറിയോ? മദീനത്തെ മസ്ജിദ് നബവി വിപുലീകരണം നടത്തിയപ്പോ ആ മസ്ജിദ് നബവിയുടെ ഉള്ളിലാണ് ബീർഹാ എന്ന തോട്ടം ഇപ്പോഴുള്ളത്. നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന മസ്ജിദ് നബവിയുടെ ഉള്ളിലാ തോട്ടത്തിന്റെ ഭാഗമാണ്. സദഖ എത്ര വലുതാണ്! അബൂതൽഹ കൊടുത്ത സദഖയുടെ സ്ഥലത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സുജൂദ് ചെയ്യുകയാ. ഇങ്ങനെയെല്ലാം റബ്ബിന് വേണ്ടി കൊടുത്ത അബൂതൽഹത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. വന്ധ്യവയോധികനാണ്, 80 വയസ്സുണ്ട്. അതേവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കരയിൽ കിടന്ന് യുദ്ധം ചെയ്ത മരുപ്പറമ്പുകൾ തന്റെ ശരീരത്തെ പരിചയാക്കി വെച്ചിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളോട് ദിശണത്തും പോലെ പോരാടി അബൂതൽഹ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. അന്ന് യുദ്ധം നടക്കുന്നത് കടലിലെ യുദ്ധമാണ്. കടലിലെ യുദ്ധമാണ്. കടലിലാണ് യുദ്ധം നടക്കുന്നത്. അതേവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മരുഭൂമിയിൽ യുദ്ധം പങ്കെടുത്ത അബൂതൽഹ റളിയല്ലാഹു അൻഹു മെഡിറ്ററേനിയൻ സീയിൽ വെച്ച് യുദ്ധം നടക്കുകയാണ്. 100 കണക്കിന് കപ്പലുകൾ കെട്ടിവെച്ചിട്ട് ആ കപ്പലുകളുടെ കെട്ടിവെച്ച കപ്പലുകളുടെ മുകളിൽ യുദ്ധം നടക്കുകയാണ്. മഹാനായ അബൂതൽഹ റളിയല്ലാഹു അൻഹു മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകളുടെ ചാഞ്ചാട്ടമാടുന്ന 100 കണക്കിന് കപ്പലുകൾ കെട്ടിച്ചേർത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ യുദ്ധം നടക്കുകയാ. മഹാനായ അബൂതൽഹ റളിയല്ലാഹു അൻഹു യുദ്ധം നടന്നുകൊണ്ടിരിക്കവേ മഹാനവറുകളെ രോഗബാധിതനായ അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു മെഡിറ്ററേനിയൻ കടലിൽ കെട്ടിവെച്ച കപ്പലിന്റെ മുകളിൽ മഹാനവറുകളെ ഷഹീദായി. പ്രിയപ്പെട്ട വൃദ്ധന്മാരെ, കരയുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ആദർശത്തിന്റെ രണഭൂമിയിൽ പോരാട്ടം നടത്തിയ ആമാശയത്തിന് വേണ്ടി ആശയത്തെ പണയം വെക്കാട് ലോകത്തിന്റെ ഇസ്ലാമിന്റെ പ്രതിരോധ ശക്തികൾക്കെതിരെ പ്രതിരോധത്തിന്റെ കന്മതിലുകൾ തീർത്ത കാരിരുമ്പിന്റെ കരുതലും കന്മതിലും കരുത്തുമുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിരോധത്തിന്റെ പടയാളികളിൽപ്പെട്ട അബൂതൽഹ റളിയല്ലാഹു അൻഹു ആ കപ്പലിൽ വെച്ചിട്ട് ഷഹീദായി. മഹാനവറുകളെ രോഗബാധിതനായി, മഹാനവറുകളെ വഫാത്തായി. സഹാബത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. മഹാനവറുകളുടെ മയ്യത്ത് കബറടക്കണ്ടേ. എന്തോ ഒരു ചരിത്രമാണിത്. സ്ഥിരകളെ ലഹരി ഭരിക്കുന്ന ഡേവിഡ് ബെക്കാമിന്റെയും നെയ്മറിന്റെയും റൊണാൾഡോയുടെയും കഥ കണ്ടിട്ട് കാൽപന്ത് കളിയിൽ കാലുകളിൽ കിടക്കുന്ന മാന്ത്രിക കാലുകളുടെ പാടവത്തിന്റെ തനിമ കണ്ട് അവർ മനസ്സിന്റെ ഉള്ളിൽ ആരാധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനീ പറയുന്നത് നെയ്മറിന്റെ കഥയല്ല, ഇത് റൊണാൾഡോയുടെ കഥയല്ല, ഇത് റൊണാൾഡിനിയോയുടെ കഥയല്ല, ഇതൊരു യുവത്വത്തിന്റെ കർമ്മസ്ഥലതയുടെ കഥയല്ല. 80 വയസ്സായ വൃദ്ധന്റെ കഥയാണിത്. മഹാനവറുകളെ കബറടക്കണ്ടേ. കടലിൽ അങ്ങനെയാ കബറടക്കുക. അവസാന സഹാബത്ത് എന്ത് ചെയ്തെന്നറിയോ? 100 കണക്കിന് കപ്പലുകളെ കെട്ടിവെച്ചതിൽ നിന്ന് ഒരു കപ്പലിന്റെ കെട്ടുവേർപ്പെടുത്തി മഹാനവറുകളുടെ മയ്യത്തെടുത്തിട്ട് കപ്പലിലേക്ക് വെച്ച് ആ കപ്പലും കൊണ്ട് മെഡിറ്ററേനിയൻ കടലിലൂടെ നീന്താൻ തുടങ്ങി, തുഴയാൻ തുടങ്ങി. കടലിന്റെ ഉള്ളിൽ ഏതെങ്കിലും ദ്വീപുണ്ടെങ്കിൽ, മെഡിറ്ററേനിയൻ കടലുകളിലെ ദ്വീപുകളുണ്ടല്ലോ, ഏതെങ്കിലും കരയുള്ള ദ്വീപ് കണ്ടെടുത്തി അവിടെ കൊണ്ടുപോയി കബറെടുത്ത് കഫൻ ചെയ്യാൻ ആ കപ്പലും കൊണ്ട് കടന്നുപോയി. ഏതാണ്ട് 10 ദിവസത്തോളം ആ മയ്യത്തുമായി കടലിലൂടെ കറങ്ങി നടക്കുകയാ. ഈ പ്രസംഗമെടുത്തിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ, നാളെ ട്രോളന്മാർക്കോ യുക്തിവാദികൾക്കോ മനസ്സിലാവുന്നില്ലെങ്കിൽ, 10 ദിവസം ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി എങ്ങനെയാണ് കേടില്ലാതെ കപ്പലിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഇസ്ലാമിന്റെ ആദർശത്തിന്റെ പ്രസംഗമാണ്. ഇത് പുഴുവരിക്കപ്പെടുന്ന വികലമായ വിശ്വാസത്തിന്റെ പരിസംപ്രേഷണമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബ 10 ദിവസത്തോളം മയ്യത്ത് കടലിലൂടെ കൊണ്ടു നടന്നിട്ടും വകാന യഖ്റുജു മിൻ റിഹിഹി, ആളുകളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം വരുമായിരുന്നു അത്രേ. ആ ശരീരത്തിനൊരു കേടുമില്ലായിട്ടില്ല. ആ ശരീരം അങ്ങനെ തന്നെ വകാന നായിമാ, ചരിത്രത്തിൽ കാണാം ഉറങ്ങിക്കിടക്കുന്നവനെ പോലെ മഹാനവറുകൾ മരിച്ചു കിടക്കുകയാ. അവസാനം ഒരു ദ്വീപ് കണ്ടെത്തി. ആ ദ്വീപിൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് മഹാനവറുകളെ കബറടക്കി. ചരിത്രത്തിൽ അബൂതൽഹ റളിയല്ലാഹു അൻഹുവിനെ കബറടക്കിയ ദ്വീപ്
ലിങ്കേടെന്ന് ആർക്കും അറിയില്ല. സഹാബത്ത് അവിടെ എഴുതി വെച്ചിട്ടുമില്ല, അതവിടെ രേഖപ്പെടുത്തിയിട്ടുമില്ല. 80 വയസ്സിന്റെ വാർദ്ധക്യത്തിന്റെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ അവസാന ഘട്ടത്തിൽ കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിക്കണേ എന്നുള്ള ആയത്ത് കേട്ടിട്ട് 80 വയസ്സിൽ പടച്ചട്ടയും പിടിച്ചു പടവാളും പിടിച്ചു മെഡിറ്ററേനിയൻ കടലിൽ പോയി യുദ്ധം ചെയ്ത് ഷഹീദായ സഹാബി. ആ സഹാബിയുടെ ഖബർ എവിടെയാണെന്നും അറിയില്ല, എവിടെയാണ് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയത് അറിയില്ല. പക്ഷേ നാളെ പരലോകം വരുമ്പോ മുഴുവൻ ആളുകളും അവരവരെ ഖബറടക്കിയ സ്ഥലത്ത് നിന്ന് പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോ മെഡിറ്ററേനിയൻ കടലിന്റെ തിരമാലകളുടെ ആഴക്കടലുകളുടെ തിരമാലയുടെ